എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നിവിടെ ഈ എപ്പിസോഡിൽ നമ്മൾ രാശി എടുക്കുന്നതും ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ മുമ്പുള്ള എപ്പിസോഡുകൾക്കുള്ളിൽ അത് പല രീതിയിലായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതും അത് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നിട്ടുള്ളതും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ രാശി എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ആചാര്യൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ ജ്യോതിഷം പഠിക്കുകയാണ്. ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞ് അത് നേരാം വണ്ണം, അതായത് ആചാര്യന് തോന്നണം ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ ശാസ്ത്രം പഠിക്കുന്ന ആള് ബുദ്ധിമാനാണെന്നും ഇദ്ദേഹത്തിന് അതിന് കഴിവുണ്ടെന്നും ഇദ്ദേഹത്തിൽ കൂടി അത് ലോകത്തിന് ഗുണമുണ്ടാവുമെന്നും ഒക്കെ ആചാര്യന്മാർക്ക് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് തോന്നിയെങ്കിൽ മാത്രമേ അവർ കവടി ദാനമെന്ന് പറയുന്ന ഈ പ്രക്രിയ ചെയ്യുള്ളൂ. എല്ലാവർക്കും കവടി ദാനം കിട്ടില്ല. കവടി ദാനം ഗുരുവിൻ്റെ ഇഷ്ട അനുസരണമാണ് കവടി ദാനം ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് കവടി ദാനം ഇങ്ങോട്ട് തന്നോളൂ അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല കവടി ദാനം. അത് നേരാം വണ്ണം രാശി എടുക്കാനും രാശിയെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും അത്രയും ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് തരികയുള്ളൂ അല്ലെങ്കിൽ കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഇത് നിങ്ങളിൽ കാണിക്കുകയോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു മനസ്സിലാക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയാണ്. അല്ലാതെ ഇവിടെ ഞാനൊരു ജ്യോതിഷ ക്ലാസ്സായിട്ടോ ഒന്നുമല്ല ഞാനിത് ഇവിടെ എടുക്കുന്നത്. ബോധവൽക്കരണമെന്നേ എനിക്ക് ഉദ്ദേശമുള്ളൂ. അപ്പോൾ അത് നമ്മൾ പിന്നെ അതിന് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ ദേവജ്ഞന്മാരുടെ അടുത്ത് നല്ല ഗുരുക്കളെ കണ്ടുപിടിച്ചിട്ട് നല്ല ദേവജ്ഞനെ കണ്ടുപിടിച്ചിട്ട് അവിടെ നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കും ഉത്തമം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അല്ലാതെ ഇത് കണ്ടിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു ജ്യോത്സ്യനാകാനോ അല്ലെങ്കിൽ ഒരു രാശി എടുക്കാനോ ഉള്ള കഴിവ് കിട്ടണമെന്ന് നിയമമില്ല. നമ്മളതുകൊണ്ട് ഈ പ്രശ്നമാർഗം 1ഉം 2ഉം കേരളത്തിലെ ജ്യോതിഷത്തിന് അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള 2 പുസ്തകങ്ങളാണ്. പൂർവാർത്ഥം ഉത്തരാർത്ഥം എന്നുള്ള പ്രശ്നമാർഗം പുസ്തകം. അതാണ് കേരളത്തിലെ ഒട്ടുമിക്ക ദേവജ്ഞന്മാരും കൈകാര്യം ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത് പ്രശ്നമാർഗമാണ്. വലിയ വലിയ മഹാക്ഷേത്രങ്ങളിലും ദേവപ്രശ്നത്തിനും എല്ലാത്തിനും ഈ പ്രശ്നമാർഗമാണ് റെഫർ ചെയ്യാതുള്ളത്. റെഫർ ചെയ്യുന്നത് അതാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഫലം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതും. മറ്റു പല ഗ്രന്ഥങ്ങളും ഉണ്ടാകാം, പലർക്കും അതറിയുകയും ചെയ്യുമായിരിക്കും, പലരും കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഗുരു പറഞ്ഞ് പുസ്തകം ഇതാണ്, ഈ 2 പുസ്തകം വാങ്ങണമെന്ന് പറഞ്ഞു. അതും പ്രകാരം ഞാൻ വാങ്ങി. പിന്നീട് ഞാൻ ഈ കാര്യങ്ങളിലെല്ലാം ഹരിശ്രീയെ കുറിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഉപാസനയിൽ കൂടി ഞാൻ കഷ്ടപ്പെട്ട് ഇത് നിരന്തരം പുസ്തകങ്ങൾ വായിച്ചും ഒക്കെയാണ് ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഞാനിതൊരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനായിട്ടോ കൈകാര്യം ചെയ്യാൻ വേണ്ടി അല്ല ചെയ്തതെന്ന് വീണ്ടും വീണ്ടും ഞാനിവിടെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ദേവജ്ഞന്മാരെ അല്ലെ ഗുരുക്കന്മാരെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളത് ചെയ്യണം. ഞാനപ്പോൾ ഇവിടെ തുടക്കുന്നത് നമ്മൾ ഈ രാശി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രാശി തുറക്കുക, രാശി അടയ്ക്കുക എന്നുള്ളൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ നമ്മൾ രാശി തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപാസനാമൂർത്തികളെ, നമ്മുടെ ഇഷ്ടദേവതമാരെ എല്ലാം നമ്മൾ നമ്മുടെ രാശിപ്പലയിൽ എല്ലാം വെച്ച് 108 കവടി, പിന്നുള്ള അതിനുമായിട്ട് അനുബന്ധമായിട്ടുള്ള വലിയ കവടികൾ, ഞാൻ അതും പറഞ്ഞു. നമ്മുടെ ഉപാസനാമൂർത്തികൾ, നമ്മുടെ ഇഷ്ടദേവതകൾ നവഗ്രഹങ്ങളായിട്ട് സങ്കല്പിച്ച് വയ്ക്കാം. എൻ്റെ രീതി നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രീതികളൊക്കെ ഫോളോ ചെയ്യാം. പക്ഷെ ഒറ്റയതേ ഉള്ളൂ, നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി എപ്പോഴും ഉണ്ടായിരിക്കണം, നമ്മുടെ ഗുരു ഉണ്ടായിരിക്കണം,
നമുക്ക് ആരാണോ ജ്യോതിഷം പറഞ്ഞ് തന്നത്, നമുക്ക് ഉപദേശം തന്ന ആരാണോ ആ ഗുരുവിനെ സ്മരിച്ചിട്ടും ഒരു കവടി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഗുരുത്വം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കവടി, അതായത് രാശി തുറക്കുകയാണ്. ഞാൻ ചെയ്യുന്ന രീതി, രാശി തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വാൽക്കണ്ടിയിൽ ജലം എടുത്തു. അപ്പോൾ ജലം നമ്മൾ സ്മരിച്ച്, അതിനുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ മന്ത്രങ്ങൾ നമുക്ക് ദേവജ്ഞൻ അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തു നിന്നാണ് ഉപദേശം കിട്ടുന്നത്. ഗുരു പറയുന്ന മന്ത്രങ്ങളായിരിക്കണം നമ്മൾ ജപിക്കുന്നത്. ജപിച്ച് ആ ജലം കവടിയിലും ഈ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ഉപാസനാമൂർത്തികൾ, ഇഷ്ടദേവതകൾ എല്ലാത്തിലും നമ്മൾ തളിച്ച് ശുദ്ധിയാക്കിയിട്ട് പുഷ്പങ്ങളൊക്കെ വയ്ക്കാം, എന്തും ചെയ്യാം. അപ്പം അതാണ് ഞാനിവിടെ തുടങ്ങുന്നത്. അപ്പോൾ രാശി തുറക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഞാനിവിടെ ചെയ്യുന്നത്. എൻ്റെ രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ. ഓം അപവിത്രപവിത്രോ വാ സർവാവസ്ഥാം ഗതോ വിവായ സ്മരേത് പുണ്ഡരീകാക്ഷം സബാഹ്യാഭ്യന്തരശുചീയതി നീലഘനശ്യാമം നളിനായുധലോചനം സ്മരാമി പുണ്ഡരീകാക്ഷം തേന സ്നാദോ ഭവാമ്യഹം ത്രൈലോക്യചൈതന്യമയാദിദേവാ ശ്രീനാഥ വിഷ്ണോ ഭവദാജ്ഞൈവ സംസാരേത്രാമനുവർത്തയിഷ്യേ ഋഷികേശയത്വയാ യദ്യത്കാര്യസേ കരോമി തദാജ്ഞയാ. അപ്പം ഞാനിത് ജപിച്ച് ഈ ദേഹത്തിനെ നമ്മൾ ഈ ജലത്തിനെ എടുത്ത് നമ്മൾ ചെയ്തു, നമ്മൾ സ്വയം ശുദ്ധിയാക്കി. അതിനുശേഷം നമ്മൾ ഈ കവടികൾക്ക് 3 പ്രാവശ്യം നമ്മൾ ജലം കൊടുത്ത്, അതിനുശേഷം കവടിയിലും ഒഴിച്ച്, എല്ലാം ഒഴിച്ചതിന് ശേഷം ആണ് നമ്മൾ അടുത്ത കാര്യത്തിലോട്ട് നമ്മൾ പോകേണ്ടത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ഗണപതിയെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഗണപതിയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പം നമ്മൾ വിഘ്നേശ്വരനെ എടുത്തു. വിഘ്നേശ്വരൻ്റെ അറിയാവുന്ന മൂലമന്ത്രങ്ങൾ, ധ്യാന ശ്ലോകങ്ങൾ എല്ലാം നമുക്ക് ജപിക്കാം. അത് നല്ല മനസ്സോടെ, ഭക്തിയോടെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാൻ ഗണപതിയെക്കുറിച്ചുള്ള ഗണപതിയുടെ മൂലമന്ത്രം ഓം ഗം നമ, ഓം ഗം നമ, ഓം ഗം നമ, ഓം ഗം ഗണപതി നമ, ഓം ഗം ഗണപതി നമ, ഓം ഗം ഗണപതി നമ, അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപവസ്ത്രസ്തവം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആന ശൃണ്വന്യദിവസീത സാദനം ശ്രീ മഹാഗണപതി നമഃ. അപ്പം ഞാൻ ഗണപതിയെ ധ്യാന ശ്ലോകമൊക്കെ ജപിച്ച് ഞാൻ ഗണപതിയെ ആദ്യം നമ്മൾ രാശിപ്പലകയിൽ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് തന്നെ നമ്മൾ വെക്കും. ഇവിടെ ഗണപതിയെ വെച്ചു, ഗണപതിയെ സ്മരിച്ചു, നമ്മൾ നമസ്കരിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഗുരുവിനെയാണ് സ്മരിക്കുന്നത്. ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ, ഓം ഗും ഗുരുഭ്യോ നമഃ. ഞാൻ എൻ്റെ പരംഗുരുവായ ശ്രീ പ്രഭാകര സിദ്ധയോഗി സ്വാമിയെയാണ് ഞാൻ എൻ്റെ പരംഗുരുവായിട്ട് സ്മരിക്കുന്നത്. അദ്ദേഹമാണ് എൻ്റെ പരംഗുരു. എൻ്റെ പരംഗുരു സ്ഥാനത്ത് അദ്ദേഹമാണ്. അപ്പോൾ ഗുരുവിൻ്റെ ധ്യാന ശ്ലോകം ഒക്കെ ജപിക്കാം, ഗുരുവിൻ്റെ മൂലമന്ത്രം ജപിക്കാം. ഓം ശ്രീ ശിവപ്രഭാകരായ നമഃ, ഓം ശ്രീ ശിവപ്രഭാകരായ നമഃ, ഓം ശ്രീ ശിവപ്രഭാകരായ നമഃ. ഓം ജടാധരജടാസമം ചിഗുരഭാരബന്ധിതം ജടാധരോജ്വലല്ലസദ്വിശാലഭാലമണ്ഡലം കൃപാകടാക്ഷബന്ധുരം സരൂരുഹാക്ഷയുഗ്മകം തപോധനം പ്രഭാകരം പ്രണാമി ശിവ ശിവം. ഭഗവാനെ, ഗുരുവേ, ഭഗവാനെ. അതോടൊപ്പം ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ശിവലിംഗം. അപ്പം ദക്ഷിണാമൂർത്തി ജ്യോതിഷത്തിൽ ദക്ഷിണാമൂർത്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ദക്ഷിണാമൂർത്തി ഭാവത്തിലിരിക്കുന്ന ശിവനെ ആണ് നമ്മൾ ഇവിടെ
സ്മരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉപാസിക്കുക, അല്ലെങ്കിൽ നമ്മൾ പൂജിക്കുക. ഓം ശ്രീ ദക്ഷിണാമൂർത്തി നമഃ. ഓം ശ്രീ ദക്ഷിണാമൂർത്തി നമഃ. ഓം ശ്രീ ദക്ഷിണാമൂർത്തി നമഃ. കൈലാസാദ്രീശകോണേ സുവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാദങ്കാരാദിപീഠൂപരിപരിരസം സേവ്യമാനം സുരൗഖജാനുസ്തം വാമവാഹം മൃഗമപി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യോഗവേഷ്ടം ദദതമിഷിഗണേ ജ്ഞാനമീശാനമീഠി. ഭഗവാനി മഹാദേവ. ഭഗവാനി ദക്ഷിണാമൂർത്തി എപ്പോഴും തെക്കോട്ടാണ് ഇരിക്കുന്നത്. ദക്ഷിണാമൂർത്തിയെ തെക്കോട്ടേ നമ്മൾ വയ്ക്കുകയുള്ളൂ. അതിനുശേഷം ബാക്കി സുബ്രഹ്മണ്യന് ഓം വചദ്ഭുവേ നമഃ. 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 സ്ഫുരന്മകുടപത്രകുണ്ടലവിഭൂഷിതം ചെമ്പകസൃജാഗലിതഗന്ധരം കരയുഗേന ശക്തിം കവിം ദധാനമതവാ കടീകലിതവാമഹസ്തേഷതം ഗുഹം ഗുത്രണഭാസുരം സ്മരതു പീതവാസോവസം. ഭഗവാനി മുരുക. ഭഗവാനി വേലായുധ സ്വാമി. ഭഗവാനി വേലായുധ മുരുക. ഭഗവാനി. അടുത്തത് വിഷ്ണു ഭഗവാനി. ഗുരുവായൂരപ്പൻ ഭഗവാനി. ഭഗവാനി കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം നമോ നാരായണായ. 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 അതോ ദേവാവന്ദനോ യദോ വിഷ്ണുർവിചക്രമേ പൃഥിവ്യാസബ്ദധാമപീതം വിഷ്ണുർവിചക്രമേ ത്രയധാനദീപദം സമൂഢമസ്യ വാംസുരേ ത്രീണിവദാ വിചക്രമേ വിഷ്ണുർഗോപാദാഭ്യതോ ധർമാണി ധാരയൻ വിഷ്ണു കർമാണി പശ്യതേതോ വൃതാനി പശ്യസി ഇന്ദ്രസ്യ ജ്യുജ്യസ്സഗാതദുഷ്ണോ പരമം പദം തദാ പശ്യന്തി സൂര്യദിവി വക്ഷക്ഷുരാദതം തദ്വിപ്രാസു വിവന്യവോ ജാഗ്രവാം സമിന്ധതി വിഷ്ണൂരിൽ പരമം പദം. ഭഗവാനി നാരായണ. ഭഗവാനി കൃഷ്ണ ഗുരുവായൂരപ്പ. നാരായണ. ഭഗവാനി തമ്പുരാനി. ഭഗവാനി കൃഷ്ണ ഗുരുവായൂരപ്പ. ഭഗവാനി. ഓം നമോ നാരായണായ. 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 വിഷ്ണും ശാരദ ചന്ദ്രകോടി സദൃശം ശംഖം രഥാംഗം ഗദാമം ഭോജം സതതം സീതാബ്ജനിലയം കാന്ത്യാ ജഗന്മോഹനം ആബദ്ധാംഗധാരകുണ്ടലമഹാമവിസ്ഫുരത്കങ്കണം ശ്രീവത്സാംഗപുദാരകൗസ്തുഭതരം വന്ദേ മുനീന്ദ്രസ്തുതം. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. ഭഗവാനി. ഭഗവാനി. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ നമഃ. ഓം ശ്രീ ആഞ്ജനേയായ. ദഹനതപ്തസുവർണസമപ്രഭം ഭയഹരം ഹൃദയേ വിഹിതാഞ്ജലിം കനകകുണ്ടലശോഭിമുഖാംബുജം നമതവാനരരാജമിഹാദ്ഭുതം ഭാഷം കൽക്കലതാം കപാലമഭയം ദാതാം കുശോവല്ലകീവണാഖ്യം ദധതീമയുഗ്നയനാം ബന്ധൂകപുഷ്പാരൂണാമാരക്താം ചുഖഭൂഷണോജ്വലതനും ബാലേന്ദുമൗലിം വരാമാദ്യാം ദിവ്യജനാനതാനുപമാം വന്ദേ സദാ പാർവതീം. ഭഗവാനി മഹാമായി ദേവി സർവേശ്വര്യമ്മേ ഹനുമാൻ സ്വാമി. ഭഗവാനി ശ്രീ ആഞ്ജനേയായ നമഃ. ഓം ക്രും നമ പരായ ഗോത്രി. 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 സ്നിഗ്ധാരാളവിസാരി കുന്തളപരം സിംഹാസനാധ്യാസനം സ്ഫുർജൽപത്രസുപ്നുക്തകുണ്ഡലമതീശ്വാസഭ്യുദൂർദയം നീലക്ഷൗമോസം നവീനജലദശ്യാമം പ്രഭാസത്യകസ്പായൽ പാർശ്വയുഗം സുരക്തസകലാകൽപ്പം സ്മരീദാരികം ധർമ്മശാസ്താവി. ഭഗവാനി ധർമ്മശാസ്താവി. ഭഗവാനി അമ്മേ. അമ്മേ മഹാമായി മാതർമേ മധുകൈഡഭക്തിമോഷ പ്രണാപഹാരോദ്യമേ ഹിലാ നിർമ്മദധൂമ്രലോചനവതീഹി ചാമുണ്ടാർദ്ദനീ നിശേഷി കൃതരക്തബീജതനിജേ നിത്യേ നിശുംഭാവഹേ ശുംഭത്വം സരിസംഹാരാശതുരിതം ദുർഗേ നമസ്തേ. അമ്മേ മഹാമായി. മഹാമായി അമ്മേ. മഹാമായി ദേവി സർവേശ്വരി. അമ്മേ മഹാമായി. ഭഗവാനി. ഭഗവാനി നാരായണു. ഭഗവാനി ഭഗവാനി തമ്പുരാനി. ഭഗവാനി അമ്മേ മഹാമായി ദേവി സർവേശ്വരി. അമ്മേ മഹാമായി സർവേശ്വരി. അമ്മേ മഹാമായി. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടദേവതമാരെ
ഉപാസനാമൂർത്തികളെയും ഒക്കെ ഇവിടെ ഞാൻ സ്മരിച്ച്, അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യൻ, വിഷ്ണു, എൻ്റെ ഉപാസനാമൂർത്തിയാകുന്ന നരസിംഹമൂർത്തിക്ക് ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ നരസിംഹ സാളഗ്രാമമാണ് ഇവിടെ വെച്ച് വിളക്ക് കത്തിക്കുന്നത്. അപ്പം എൻ്റെ നരസിംഹമൂർത്തിയെയും സ്മരിച്ച് എല്ലാ ഇഷ്ടദേവതമാരെയും എല്ലാ ഉപാസനാമൂർത്തികളെയും അതോടൊപ്പം തന്നെ 9 യോഗീശ്വരന്മാരെ എല്ലാം സ്മരിച്ച് ആണ് ഞാൻ എൻ്റെ രാശി തുറക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ രാശി തുറക്കുന്ന രീതിയാണ്. നിങ്ങൾക്കത് ശ്രദ്ധിക്കാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഭഗവാനി ഓം ഗം നമ, ഓം ഗം നമ, ഓം ഗം നമ, ഓം ഗം നമ, ഓം ഗം ഗണപതി നമ. അഭിക്ഷമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപവസ്ത്രത്തമം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്യദിവിസേദസാദനം. ശ്രീ മഹാഗണപതി നമ. ഓം ഹരിദ്യോരിതിരന്തരിക്ഷമതിർമാതാ സവിതാ സപുത്ര വിശ്വേ ദേവ അതിഥി പഞ്ചജനാതിർജാതമുദ്ർജനിത്വം. ഓം അതിഥേ നമഃ. ഭഗവാനി ഭഗവാനി തമ്പുരാനി. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന രീതി ആണ് ഇവിടെ ചെയ്തത്. ഇനിയും നമ്മൾ 108 കവടി ഇതിനകത്തുണ്ട്. അപ്പം അത് 108 നമഃശിവായ നമ്മൾ ജപിക്കണം. 108 നമഃശിവായ ജപിച്ചതിന് ശേഷമാണ് പിന്നെ നവഗ്രഹ സ്തോത്രങ്ങളും എല്ലാം നമ്മൾ ജപിച്ച് കഴിയുമ്പോഴാണ് ഒരു കവടി തുറക്കുക എന്നുള്ള ഒരു പ്രക്രിയ പൂർണ്ണമാവുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ്. ഭഗവാനെ നമഃശിവായ, ഓം 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 നമഃശിവായ,
ഓം നമഃ ശിവായ 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 ഭഗവാൻ. അതിനുശേഷം നമ്മുടെ നവഗ്രഹങ്ങളെ സങ്കല്പിച്ചിട്ടും നമ്മുടെ ഇഷ്ടദേവതമാരെയൊക്കെ സങ്കല്പിച്ചിട്ടൊക്കെ നമുക്ക് ഈ കബഡി ഇവിടെ വെക്കാം ഭഗവാനെ. അത് അവനവൻ്റെ ഇഷ്ടാനുസരണമാണ്. അത് ആചാര്യന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം. അതുമാതിരിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ പഠിച്ച രീതി, എന്നെ പഠിപ്പിച്ച രീതിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച ഈ കാര്യങ്ങളൊന്നും നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കില്ല. അത് ആചാര്യന്മാർ തന്നെ നമ്മളെ പഠിപ്പിക്കുമ്പോഴേ ആചാര്യന്മാർ പറയും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയും. കോമൺ ആയിട്ട് പൊതുവായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞു. അപ്പം ഇനിയും നമ്മൾ നവഗ്രഹ സ്തോത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും ജപിക്കണം. ഓം ജപാകുസ്മസങ്കാശം കാശ്യപേയം മഹാദിതിം തമോരും സർവപാഭഗ്നം പ്രണതോസ്മജുആഗരം ദതിശങ്കതുഷാരംഭം ക്ഷീരോദാർണവസംഭവം നമാമി ശിശിനം സോമം ശംഭൂർമ്മഗുണഭൂഷണം ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹത്തം ദം മംഗളം പ്രണമാമ്യഹം പ്രിയം കുകലികാശ്യാമം രൂപേണോ പ്രതിമം മുദം സൗമ്യസമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം ഹിമകുന്ദമണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർക്കണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദനം സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം പലാശപുഷ്പസങ്കാശം താരകാസമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമ്യഹം ഇത് വ്യാസമുഹൂദ്ഗീതം യഹുവടേത്ത് സമാഹിത ദിവാവായ ദിവരാത്രോ വിഘ്നശാന്തിർഭവിഷ്യതി നരനാരീദ്രപണാചഭവേദുസ്വപ്നനാശനമൈശ്വര്യമതലം ദേശാമാരോഗ്യം പുഷ്ടിവർദ്ധനം ഗ്രഹനക്ഷത്രജാപീഠാസ്തത്കരാഗ്നിസമുദ്ഭവാദാ സർവാപശിമം യാദ്യവ്യാസോ ഹൃദേന സംശയ ഇത് വ്യാസവിരചിതം നവഗ്രഹസ്തോത്രം സമ്പൂർണ്ണം. അപ്പോൾ ഇവിടെ നമ്മൾ നവഗ്രഹ സ്തോത്രങ്ങൾ വരെ നമ്മൾ കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ രാശി ഇപ്പം നമ്മൾ തുറന്നു. ഈ രാശി തുറന്ന് ഇതേ പ്രക്രിയ തന്നെ രാശി മടക്കുകയും വേണം. അതായത് നമ്മൾ സൂര്യൻ ഉദിച്ചതിന് ശേഷമേ നമ്മൾ രാശി തുറക്കുകയുള്ളൂ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ രാശി മടക്കുകയും വേണം. ഇതാണ് രീതി, ഇതാണ് സമ്പ്രദായം. അപ്പോൾ നമ്മൾ ഈ രാശി തുറക്കുകയും ഇതേമാതിരി തന്നെ നമ്മൾ ഈ തുറക്കുന്നതിന് എന്തെല്ലാം പ്രക്രിയകൾ നമ്മളിവിടെ ചെയ്തു അതേ പ്രക്രിയ തന്നെ നമ്മൾ രാശി മടക്കുന്നതിനും നമുക്ക് ചെയ്യണം. അപ്പം അടുത്തത് നമ്മളൊരു പ്രശ്നത്തിലോട്ട്, ഒരു ഈശ്വരാധീനം ചിന്തനത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ എപ്പിസോഡിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ പ്രമാണം നോക്കാറില്ല. അത്യാവശ്യത്തിന് ആരെങ്കിലും നമുക്ക് നമ്മുടെ ഉപാസനയിൽ കൂടി അറിയാൻ പറ്റാത്തത്, അങ്ങനെ വരാറില്ല, ഉപാസനയാണ്, ഉപാസനയിൽ കൂടി എല്ലാം നമുക്കറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു രാശി എന്നുവെച്ചാൽ പ്രമാണം ആർക്കാണ് പഠിക്കേണ്ടത്, പ്രമാണം എപ്പോഴാണ് പഠിക്കേണ്ടത്? ഒരു ദേവപ്രശ്നത്തിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അഷ്ടമംഗല പ്രശ്നത്തിനൊക്കെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ നമുക്ക് തർക്കിക്കാൻ ആൾക്കാരുണ്ടാവും, വേറെ ജ്യോത്സ്യന്മാരുണ്ടാവും, അല്ലെ ദേവന്മാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രമാണത്തിന് പ്രാധാന്യമുണ്ട്. എന്നുവെച്ചാൽ അവിടെ നമ്മൾ ഒരു ഫലം പറഞ്ഞാൽ, ഇപ്പം അവിടെ മുഖ്യ ദേവജ്ഞനായിട്ട് ചെന്നിരിക്കുന്ന അദ്ദേഹം ഒരു രാശി എടുത്തു, അത് വെച്ച് അദ്ദേഹം ഫലം പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കാൻ ഓപ്പോസിറ്റല്ലേ മുന്നിലിരിക്കുന്ന ധാരാളം ദേവജ്ഞന്മാരും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനെ ഖണ്ഡിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ സോളിഡായിട്ട് അതിനെ സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ തർക്കം ഉണ്ടാകണം. അതായത് നമ്മൾ ഡിസ്കഷൻ ഉണ്ടാകണം. അപ്പോൾ ഈ ഡിസ്കഷനാണ്
തർക്കമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കും, അതെങ്ങനെ പ്രമാണം പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പ്രമാണം പറയുന്നുണ്ടല്ലോ, അതിനെല്ലാം ദേവജ്ഞൻ മറുപടി കൊടുക്കേണ്ടി വരും. അപ്പം പ്രമാണം വന്നിരിക്കുന്നവരും നമ്മളും അറിഞ്ഞിരിക്കും. പക്ഷേ ഞാൻ പുറത്തു പോയി രാശി വയ്ക്കാനോ അല്ലെങ്കിൽ പുറത്തു പോയി ചെയ്യാനോ വേണ്ടിയല്ല ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഉപാസനയായിട്ട് ബന്ധപ്പെട്ട്, എന്നുവെച്ചാൽ എനിക്ക് ഉപാസനയിൽ കൂടി ഒരു രാശി എടുത്താൽ ആ ഉപാസനയിൽ കൂടി, ഇപ്പം ഞാനൊരു രാശി വെച്ചു, ദേവത ഈ ഗ്രഹനില, ഇപ്പോഴത്തെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ ആ ഗ്രഹനിലയിൽ ഏതെല്ലാം എവിടെല്ലാം ഗ്രഹങ്ങൾ നിൽക്കുന്നു, അല്ലെങ്കിൽ രാശി വാരി വയ്ക്കുമ്പം ഏത് രാശിയാണ് ആരൂഢമായിട്ട് വരുന്നത്, ആ ആരൂഢത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ആരൂഢം മുതൽ പിന്നെ അങ്ങോട്ട് പറയാനുള്ളതെല്ലാം നമ്മുടെ ഉപാസനയിൽ കൂടി, ആ പോണെന്തെന്നുള്ളൂ വിവോയുടെ ഉപാസനയിൽ കൂടിയാണ് എനിക്ക് വരുന്നത്. അല്ലാതെ ഞാൻ പ്രമാണം പഠിച്ചിട്ടല്ല, പ്രമാണം ഞാൻ കൈകാര്യം ചെയ്യാറുമില്ല. പ്രമാണം എനിക്ക് സംശയം തോന്നിയാൽ ഞാൻ പ്രശ്നമാർഗം എടുത്ത് പ്രമാണം പഠിക്കും, അല്ലെങ്കിൽ അത് വായിക്കും. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ പ്രമാണത്തിൽ കൂടെ. പക്ഷേ പ്രമാണം നമുക്ക് ഉപാസന, നല്ല രീതിയിൽ ഉപാസനയുണ്ടെങ്കിൽ നമുക്ക് പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ ഒരാളോട് തർക്കിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ചലഞ്ച് ചെയ്യാനോ കോട്ട് ചെയ്യുകയൊന്നുമല്ല. നമ്മൾ ജ്യോതിഷം കൈകാര്യം ചെയ്യണമെങ്കിൽ ഉപാസന, നമ്മളൊരു രാശി എടുത്തു വെച്ച് നമ്മുടെ ഉപാസനാമൂർത്തികളാണ് നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ നാവിൽ പറഞ്ഞു തരുന്നത്, നമുക്ക് തോന്നിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ചെയ്താൽ എല്ലാവർക്കും വളരെയധികം അത് ഫലപ്രദമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപാസന, ഞാൻ വീണ്ടും 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 പറയുന്നത്, ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യണമെങ്കിൽ അതോടൊപ്പം തന്നെ വാസ്തുശാസ്ത്രം, ഞാൻ വാസ്തുശാസ്ത്രവും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതും ഇതുമാതിരി തന്നെയാണ്. നമ്മളൊരു വീട്ടിൽ പോയാൽ, ആ വീട്ടിൽ പോയി നിന്നാൽ നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഓറ നമുക്ക് വരും. നമ്മൾ ചെല്ലുന്ന ആ പ്രദേശത്തെ അല്ലെ ഏതെങ്കിലും വ്യക്തിയുടെ അവിടെ നിൽക്കുന്നവരുടെ അല്ലെ ആ മണ്ണിൻ്റെ ആ ഏരിയയുടെ ആ ഒരു പ്രഭാവലയത്തിൻ്റെ ഒരു ഓറ നമുക്ക് വരും. അത് ഉപാസന ചെയ്യുന്നവർക്ക് അതറിയാൻ പറ്റും. അപ്പോൾ ആ ഓറ വരുമ്പോഴാണ് നമുക്ക് പലതും നമ്മുടെ ഉൾമനസ്സിൽ തുറക്കാൻ തുടങ്ങും. ഇന്നതാണ് ഇവിടെ പ്രശ്നം, ഇന്നതാണെന്ന് തോന്നുന്നു, അല്ല ഇന്നതാണെന്ന് നമുക്കൊരു കൺഫർമേഷനും കിട്ടുകയാണ്. അപ്പോൾ ആ ഓറയെ കൂടിയാണ് നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പം നമ്മൾ ഒന്നാമതേ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ചും രാശികളെക്കുറിച്ചും മനഃപ്പാഠമായിരിക്കണം. ഇന്ന രാശിയിൽ ഇന്ന ദേവതയാണ്, ഇന്ന ഗ്രഹമാണ്, ആ ഗ്രഹത്തിൻ്റെ ദേവത ഇന്നതാണ് എന്ന് നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ദേവത, വേറൊരു ഗ്രഹം വന്നു നിന്നാൽ അതേത് ദേവതയാണ്, ആ വീണ്ടും കൂട്ടത്തിൽ വന്ന് നിൽക്കുന്ന, നമ്മൾ യോഗം ചെയ്ത് നിൽക്കുക എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ദൃഷ്ടി ബലം, അല്ലെങ്കിൽ പൂർണ്ണബലം, ദൃഷ്ടിബലം, ഇതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഗ്രഹത്തിലൂടെ വേറൊരു ഗ്രഹം ചേരുമ്പം ഏതാണ് ദേവതയെന്ന് നമുക്ക് രാശിയിൽ നോക്കി നമുക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് തരുന്നത് നമ്മുടെ ഉപാസന ബലമാണ്. അവിടെയാണ് ഞാൻ വീണ്ടും വീണ്ടും ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം നമുക്ക് പ്രമാണം വേണ്ട. പ്രമാണം കൈകാര്യം ചെയ്യുന്നവരൊക്കെ പ്രമാണം കൈകാര്യം ചെയ്തോളൂ. പ്രമാണം കൈകാര്യം ചെയ്യേണ്ടടുത്ത് ചെയ്യണം, എന്നെ ഞാൻ എതിർക്കുകയല്ല. പക്ഷേ ഉപാസനയെ കൂടി ചില സമയത്ത് എനിക്കനുഭവമുണ്ട്. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കൂടെ, എൻ്റെ പഴയ യഥാർത്ഥ ഗുരുവല്ല, ആ ഗുരുവിൻ്റെ ശിഷ്യൻ, പ്രഥമ ശിഷ്യനാകുന്ന, എനിക്ക് ഗുരുസ്ഥാനത്തായിട്ട് തന്നെ, എന്നെക്കാളും പ്രായമുള്ള അദ്ദേഹമാണ്. അപ്പോൾ എനിക്ക് ഗുരുസ്ഥാനത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പല ദേവപ്രശ്നത്തിനുമൊക്കെ പോയിട്ടുണ്ട്, അഷ്ടമംഗല പ്രശ്നത്തിനും കുടുംബ പ്രശ്നത്തിനും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചില സമയത്ത് നമുക്ക് പ്രമാണത്തിൽ കാണാത്ത ചില കാര്യങ്ങൾ, ആ പ്രമാണത്തിലില്ലാത്ത, അല്ലെ പ്രമാണത്തിൽ കൂടി നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ഉപാസനയിൽ കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ ആ ഒരു ഫലം അവിടെ പറയും. നമ്മുടെ ഉപാസനാ ബലത്തിൽ കൂടി നമ്മൾ പറയും ഇന്നതാകാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ ശരിയാ, അടുത്ത അതിൻ്റെ പ്രമാണം എടുത്ത് നോക്കുമ്പോൾ അത് തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. വീണ്ടും വീണ്ടും ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ ഉപാസിക്കണം. ഇഷ്ടദേവതയും അവനവൻ്റെ ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യസ്വാമിയെയും വിഷ്ണുവിനെയും നമ്മുടെ ഗുരുക്കന്മാരെയും, മാതാപിതാക്കൾ, മരിച്ചുപോയിട്ടുള്ള മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ അവരുടെ ആത്മാക്കളെയും അവരെ നമ്മൾ സ്മരിക്കണം, ഗുരുക്കന്മാരെ സ്മരിക്കണം.
നമുക്ക് ആരും ഒരു ശാസ്ത്രം ഒരു നല്ലത് ഉപദേശിച്ച് തന്നിട്ടുണ്ടോ? വിദ്യ അല്ലെങ്കിൽ ശാസ്ത്രം, അവരെ നമ്മൾ സ്മരിക്കണം നമ്മളൊരു ശാസ്ത്രം കൈകാര്യം ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പം രാശി തുറക്കുന്ന ഒരു പ്രവണതയായിരുന്നു, ആ ഒരു പാഠം ആയിരുന്നു എനിക്ക് ഇവിടെ എടുക്കേണ്ടിയിരുന്നത്. അപ്പം ഞാൻ എടുത്തു. എങ്കിൽ കൂടി ഞാനൊരു രാശിയും കൂടെ, രാശി തുറന്നാൽ തീർച്ചയായിട്ടും ഒരു രാശി എടുക്കണം. അപ്പോൾ നമ്മൾ രാശി തുറന്നു. ആ രാശി, ഒരു രാശി എടുക്കുകയാണ്. ആ രാശിയുടെ ഫലം ഒരു ജനറലായിട്ടുള്ള ഒരു രാശി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്പം നിലവിലെ ഗ്രഹനില, ഇത് നിലവിലെ ഗ്രഹനിലയാണ്. ഇത് നിലവിലെ ഗ്രഹനിലയാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഗ്രഹനിലയിൽ ഇപ്പം ധനു ലഗ്നത്തിലാണ്, ധനു രാശിയിലാണ് ലഗ്നം നിൽക്കുന്നത്. 2 മകരത്തിൽ ആരുമില്ല. 3-ാം ഭാവമാവുന്ന കുംഭത്തിൽ രാഹുവാണ്. 4-ാം ഭാവം മീനത്തിൽ ശനി. 5-ൽ ചന്ദ്രൻ. 6-ൽ ഗ്രഹങ്ങളില്ല. 7-ൽ ഗുരുവും ശുക്രനുമാണ്. 8-ൽ ആദിത്യനും ബുധനുമാണ്. 9-ൽ കേതുവാണ്. 10-ൽ ചൊവ്വയും ഗുളികനുമാണ്. 11-ൽ ആരുമില്ല. 12-ൽ ആരുമില്ല. ഇതാണ് ഗ്രഹനില. അപ്പം നമ്മളിപ്പം ഒരു രാശി, ഞാനപ്പോൾ ഇത് രാശി എടുക്കുന്നതിൻ്റെ, പിന്നെ നമ്മൾ ഈ രാശി എടുക്കുമ്പോൾ നമ്മൾ ജപിക്കേണ്ടത്, നമ്മൾ ശ്ലോകങ്ങളുണ്ട്. അത് പ്രശ്നമാർഗത്തിൽ തന്നെയുണ്ട്. ആ പ്രശ്നമാർഗത്തിലെ ശ്ലോകങ്ങൾ തന്നെയാണ് ഞങ്ങളൊക്കെ ജപിക്കാറുള്ളത്, അല്ലെ ധ്യാനിക്കാറുള്ളത്. അപ്പം നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? കൈലാസാദ്രീശഗുണേ സുവിടവിതടേ സ്ഫാടികേ മണ്ഡവേ സന്മാദങ്കാരാദിപീഠോ പരിപരിരസിതം സേവ്യമാനം സുരൗഖൈജാനുസ്തം വാമവാഹം മൃഗമപിപരശിം ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യോഗവേഷ്ടം ദദതം ഋഷിഗണേ ജ്ഞാനമിശാനമീഠേ. ഇത് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാമൂർത്തിയുടെ ധ്യാന ശ്ലോകമാണ്. മൂർത്തിത്വേ പരികൽപ്പിത ശശിപ്രദോ വർത്തമാന പുനർജന്മനാമന്മേത്യാമവിതാം കൃതുച്ഛേജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതി വിപുഞ്ചാനേകദ്ധായ ശ്രുതൗവാചന്നസ്തദാത്മനൈകകിരണത്രൈലോക്യദീപൂരവി. മൂർത്തിത്വേ പരികൽപ്പിത ശശിപ്രദോ വർത്തമാന പുനർജന്മനാമന്മേത്യാമവിതാം കൃതുച്ഛേജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുഞ്ചാനേകദ്ധായ ശ്രുതൗവാചന്നസ്തദാത്മനൈകകിരണത്രൈലോക്യദീപൂരവി. മൂർത്തിദ്വേ പരികൽപ്പിത ശശിപ്രദോ വർത്തമാന പുനർജന്മനാമന്മേത്യാമവിതാം കൃതുച്ഛേജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുഞ്ചാനേകദ്ധായ ശ്രുതൗവാചന്നസ്തദാത്മനൈകകിരണത്രൈലോക്യദീപൂരവി. മധ്യാടവതിപം ദുഗ്ധസിന്ധുകന്യാധവം ധിയാധിഹയാമി സാധ്വഹം ബുദ്ധേ ശുദ്ധേ ച വൃദ്ധേ ഗുരുഭൃച്ഛഗൃഹേഭ്യശ്ച മയാ ബദ്ധോയമഞ്ജലി പ്രസന്നവനസ്സേ മേ സത്യാം കുർവന്തു ഭാരതി. നമഃ ശ്രീമംഗലശ്രേണീ നിവാസായ മഹാത്മനെ സർവം ജാനന്തി ജൈവജ്ഞായ ദത്തശ്രുതിചക്ഷുഷ സജ്ഞാതസ്യതന്നാമേനാസ്യ പൃച്ഛത പൂജേത വർത്തമാനേഷു സമേഷ ഭവിഷ്യതി. ശുഭാശുഭാനി ചേതാനീം ചിന്തിതസ്യ വിശേഷത സംഭവാ സംഭവാദ്ന്യാന്യർത്ഥ. സജ്ഞാതസ്യതന്നാമേനാസ്യ പൃച്ഛത പൂജേത വർത്തമാനേഷു സമേഷ ഭവിഷ്യതി. ശുഭാശുഭാനി ചേതാനീം ചിന്തിതസ്യ വിശേഷത സംഭവാ സംഭവാദ്ന്യാന്യർത്ഥപുത്രഗ്രഹാദിഷു ശുഭാശുഭാന്യേതന്യ അന്യ അഖിലാന്യഭീഷ്മൽ പ്രസാദത സ്പഷ്ടം മമ ചിത്തേ സ്ഫുരന്തി. ഭഗവാനി മുരുക, ഭഗവാനി ഭഗവാനി മുരുക, മുരുക മുരുക. ഭഗവാനി നാരായണ, ഭഗവാനി ഗുരുവേ പരം ഗുരുവേ, ഭഗവാനി വിഘ്നേശ്വര മഹാദേവ, ദക്ഷിണാമൂർത്തി സ്വാമി, മഹാമായി ആഞ്ജനേയ സ്വാമി, മഹാമായി ധർമ്മശാസ്താവി. ഭഗവാനി ഭഗവാനി നാരായണ, നല്ല ഫലം കാണിച്ചതാ ഭഗവാനി തമ്പുരാനി ഭഗവാനി. അപ്പം നമ്മൾ കവടി വാരി വെച്ചു. നമ്മൾ ശ്വാസം നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി ഈ ദിവസങ്ങളിൽ ഇടത് മൂക്കിൽ കൂടി ശ്വാസം വരണം. അല്ലാത്ത ദിവസങ്ങളിൽ വലത് മൂക്കിൽ കൂടി ശ്വാസം വരണമെന്നാണ്
നമ്മൾ ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ദേവജ്ഞൻ എപ്പോഴും നോക്കും. അത് നോക്കുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഒരു 1/4 ഫലം നമുക്കറിയാൻ പറ്റും. എന്താണ് നമുക്ക് ഈ രാശിയുടെ ഫലം എന്താണെന്നുള്ളത് അത് പഠിക്കുന്ന സമയത്താണ്. അത് പഠിക്കണം, പഠിച്ച് തന്നെ അത് അറിയണം. ഞാൻ പറഞ്ഞൊന്നുകൊണ്ടാകുന്നില്ല, പഠിക്കേണ്ട കാര്യം പറഞ്ഞു തന്നെ. നമ്മൾ കാണിക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആണ്, അതുമായിട്ട് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ. കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം, വൃശ്ചികം, മീനം, കർക്കിടകം, വൃശ്ചികം, ധനു. അപ്പം നമുക്ക് ധനുവിലാണ്, ഉദയലഗ്നവും ധനുവിൽ തന്നെയാണ്. അപ്പം ഉദിച്ചു വന്നതും ഇപ്പം ധനുവിലാണ്, നമ്മുടെ ആരൂഢം വന്നതും ധനുവിലാണ്. ഇതിപ്പം ഉദിച്ചു വന്നത് ആരൂഢത്തിൻ്റെ അപ്പുറവോ അല്ലെങ്കിൽ പിറകിലോ ആണെന്നുണ്ടെങ്കിൽ ആരൂഢം തടുത്തു, ആരൂഢം തടഞ്ഞു എന്ന് നമ്മൾ പറയും. ഇവിടെ ആരൂഢം തടുത്തിട്ടില്ല, ധനു തന്നെ ആരൂഢമാണ്. പിന്നെ നമ്മൾ ഇത് ജ്യോതിഷമൊക്കെ പറയുമ്പോൾ അത് പഠിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളിപ്പം ധനുരാശിയൊക്കെ, നമ്മുടെ ധനുരാശി നമ്മുടെ ആരൂഢമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ ധനുരാശി ആരൂഢമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ധനുവിൻ്റെ സിമ്പല് തന്നെ അമ്പും വില്ലുവാ, യുദ്ധം. അപ്പം നമ്മൾ ധനു അത് അങ്ങോട്ട് ആ രീതിയിൽ നമ്മൾ പ്രശ്നത്തിലോട്ടൊക്കെ കടക്കുമ്പോഴാണ് അത് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ധനുരാശിയുടെ സിമ്പല് അമ്പും വില്ലും ആയതുകൊണ്ട് സ്വല്പം മൽപ്പിടുത്തം, സ്വല്പം കാഠിന്യം അല്ലെങ്കിൽ ഫലം പറയുമ്പോൾ ധനുരാശിയെ കൊണ്ട് നമ്മൾ പറയും. നമ്മളിപ്പോൾ ചോദിക്കും, ഒരാൾ നിഷ്പ്രയാസം കിട്ടേണ്ട കാര്യങ്ങളാണ് ചോദിക്കുന്നെങ്കിൽ അത് ഈ ധനുരാശി വന്നാൽ ഒരു സ്വല്പം കഷ്ടതയോടുകൂടി കിട്ടും, പക്ഷെ സ്വല്പം പ്രയാസപ്പെടേണ്ടി വരും എന്നൊക്കെ പറയുന്ന ഒരു ഫലമാണ്. അപ്പം ഞാനിവിടെ അതൊന്നും ഇപ്പം സ്പർശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 7 വ്യാഴം, 7 ശുക്രൻ, അതായത് ആരൂഢാധിപതിയും 4-ാം ഭാവാധിപതിയാകുന്ന വ്യാഴം, 6-ാം ഭാവാധിപതിയും 11-ാം ഭാവാധിപതിയാകുന്ന ശുക്രനുമായിട്ട് യോഗം ചെയ്ത് 7 കേന്ദ്രഭാവത്തിൽ, ലഗ്നം 4, 7, 10 ഞാൻ പറഞ്ഞു, ഇത് കേന്ദ്രഭാവങ്ങളാണ്. അപ്പോൾ ഇവിടെ കേന്ദ്രഭാവത്തിൽ 7 അപ്പോൾ നമ്മൾ ലഗ്നം കൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇരിപ്പിടം, നമ്മുടെ ശരീരത്തിനെ കൊണ്ട് ചിന്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭാവത്തിൽ അതിൻ്റെ ഫലമാണ് ലഗ്നത്തിനെ കൊണ്ട് പറയുന്നത്. 4-ാം ഭാവം അമ്മയെ കൊണ്ടും, വാഹനം, വീട്, ഗ്രഹം, മാതുലേയൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പ്രശ്നത്തിൽ നമ്മൾ ചിന്തിക്കുക. അപ്പം ലഗ്നാധിപതി 4-ാം ഭാവാധിപതിയൊക്കെ ആകുന്ന ആ വ്യാഴം ശുക്രനുമായിട്ട് യോഗം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ 6-ാം ഭാവത്തിന് നല്ല പ്രാധാന്യം, ശുക്രനുമായിട്ട് യോഗം ചെയ്തിരിക്കുന്നത്. ലക്ഷ്മി സമേതനായിട്ട് നിൽക്കുന്ന വിഷ്ണു അല്ലെങ്കിൽ ബൃഹസ്പതി, ഗുരു, അങ്ങനെയാണ് നമ്മൾ ഫലം പറയുക. അപ്പം നല്ല ഫലം, സൽഫലം ഉണ്ടാവുമെന്ന് തന്നെ നമ്മൾ പറയും. അപ്പം അങ്ങനെ അതിൽ 10-ലാണെന്നുണ്ടെങ്കിൽ ചൊവ്വ ഗുളികൻ, അടുത്ത കേന്ദ്രഭാവമാകുന്ന 10 ചൊവ്വ ഗുളികൻ. അപ്പോൾ അവിടെ ചൊവ്വ കർമ്മസ്ഥാനമാണ്, കർമ്മസ്ഥാനത്ത് ചൊവ്വ ഗുളികനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞൊക്കെ പോകുമ്പോഴേ ശത്രുവിൻ്റെ കാരകൻ ചൊവ്വ തന്നെയാണ്. ഗുളികനും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വേണേൽ പറയാം, കർമ്മസ്ഥാനത്ത് ശത്രുവിനെ നേരിടേണ്ടതായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നൊക്കെ നമുക്ക് പറയാം. എന്നുവെച്ചാൽ ചൊവ്വ ശത്രുകാരകനാണ് ഇവിടെ കർമ്മസ്ഥാനം കൊണ്ട് നമ്മൾ പറയുമ്പോൾ. ഗുളികൻ നിൽക്കുന്നുണ്ട്, അപ്പോൾ കർമ്മസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള യോഗമൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അപ്പോൾ ഇതാണ് ഈ രാശി നിവർത്തതുകൊണ്ട്, രാശി തുറന്നതുകൊണ്ട് ഒരു ഫലം നമ്മൾ ഒരു രാശി എടുക്കുക. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ രാശിയുടെ ഫലം ആണ് പറഞ്ഞത്. അപ്പോൾ ഇനിയും
ഇതുമായിട്ടനുബന്ധപ്പെട്ട് ഉള്ള കണ്ടിന്യൂഷനായിട്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അടുത്തത് പ്രശ്നമാർഗത്തിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ പ്രശ്നമാർഗത്തിൻ്റെ അതായത് പ്രമാണം അല്ലെങ്കിൽ ധ്യാന ശ്ലോകങ്ങൾ മുഴുവൻ വായിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥവും പറഞ്ഞു തന്നിട്ട് ആയിരിക്കും അടുത്ത എപ്പിസോഡുകൾ വരുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഞാൻ എല്ലാവരോടെയും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും കഴിയുന്നതും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം, നിങ്ങളുടെ എല്ലാം അനുഗ്രഹം ഉണ്ടാകണം എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തീകരിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.